ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അവിൽ വിളയിച്ചത്. ശരിയായ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചു കാലം കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം അവിലൊരു പാനിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 2-3 മിനിറ്റ് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ അവിൽ വിളയിച്ചത് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ ശർക്കര പാനി അരിച്ച് ഞാനൊരു ഉരുളിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന സമയത്താണ് നമ്മുടെ തേങ്ങ ചേർക്കേണ്ടത്. തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കണം. തേങ്ങയും വെല്ലമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് നല്ല ജീരകം പൊടിച്ചത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചുക്കുപൊടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റണം. ഇനി നമുക്ക് ചേർക്കേണ്ടത് അവിലാണ്. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവിൽ നമുക്കിതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നന്നായിട്ട് അവിലും അതുപോലെ തന്നെ നമ്മുടെ ശർക്കരയായിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കണം. എങ്കിൽ നമുക്ക് കേടുകൂടാതെ കുറച്ച് നാൾ വരെ കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ അവിൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് നാൾ വരെയും ഇത് കേടുകൂടാതിരിക്കാൻ നന്നായിട്ട് നമ്മൾ വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിത് ഒരു എയർ ടൈറ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ. Please subscribe and share.